ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരം കുടുംബാംഗം രാജരാജവർമ്മയുടെ നിലപാട് തള്ളി പന്തളം കൊട്ടാരം നിർവാഹക സംഘം. രാജരാജവർമ്മയുടെ നിലപാട് പന്തളം കൊട്ടാരത്തിന്റെ നിലപാടല്ലെന്ന് വാർത്താക്കുറിപ്പിൽ നിർവാഹക സംഘം അറിയിച്ചു. രാജരാജവർമ്മ 300ഓളം കൊട്ടാര അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന അഭിപ്രായങ്ങൾ വ്യക്തിപരം മാത്രമാണെന്നും നിർവാഹക സംഘം. പന്തളം കൊട്ടാരത്തിന്റെ പൊതുവായ നിലപാട് അറിയിക്കേണ്ടത് വലിയ തമ്പുരാനും പന്തളം നിർവാഹക സംഘവുമാണെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, ഈ തന്ത്രിയുടെ നിയമനം അല്ലെങ്കിൽ അടുത്ത തന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ചൊക്കെ ഹൈന്ദവ സംഘടനകൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഇടയിൽ കൺഫ്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയേണ്ടത് ഹൈന്ദവ സംഘടനകൾ തന്നെയാണ്. പക്ഷേ ചില വ്യക്തികൾ അനാവശ്യമായി പൊതുസമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഈ സാഹചര്യത്തിലാണോ പന്തളം കൊട്ടാരം നിർവാഹക സമിതി തങ്ങളുടെ നിലപാട് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്? തീർച്ചയായിട്ടും ഗൗതം, അതായത് ഈ തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരം അംഗമായിട്ടുള്ള രാജരാജവർമ്മ അദ്ദേഹം ചില വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിനുണ്ട് എന്നും അതോടൊപ്പം തന്നെ യോഗ്യനായിട്ടുള്ള ആളെ നിയമിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് തന്നെ മുൻകൈ എടുക്കണം, ബോർഡിന് അതിന് അധികാരം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിലാണ് പന്തളം കൊട്ടാരം ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. രാജരാജവർമ്മ നടത്തിയിട്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്, അത് കൊട്ടാരത്തിൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായമല്ല എന്നുള്ളതാണ് പത്രക്കുറിപ്പിലൂടെ പന്തളം കൊട്ടാരം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. രാജരാജവർമ്മയുടെ പ്രതികരണം, ഈ വിഷയത്തിലുള്ള ഈ സംഭവം, ഈ പ്രതികരണം ചില മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് എന്തായാലും കൊട്ടാരം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് രാജരാജവർമ്മ നടത്തിയിരിക്കുന്ന അഭിപ്രായം കൊട്ടാരത്തിൻ്റെ അഭിപ്രായമല്ല. കൊട്ടാരത്തിൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് കൊട്ടാരം നിർവാഹക സംഘം, അതായത് കൊട്ടാരം അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കൊട്ടാരം നിർവാഹക സംഘം. നിർവാഹക സംഘം അല്ലെങ്കിൽ വലിയ തമ്പുരാനായിരിക്കും കൊട്ടാരത്തിൻ്റെ അഭിപ്രായങ്ങൾ ഔദ്യോഗികമായിട്ട് പറയുക. അതിന് ചുമതലപ്പെട്ടവരും ആ രണ്ട് വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയും അതോടൊപ്പം തന്നെ വലിയ തമ്പുരാനും മാത്രമാണ് അതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ. അവർ പറയുന്നത് മാത്രമേ കൊട്ടാരത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പന്തളം കൊട്ടാര നിർവാഹക സംഘം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തുടർച്ചയായിട്ട് മുമ്പും ഈ രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും പന്തളം കൊട്ടാരത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം എന്നുള്ള രീതിയിൽ അതിനെ ചില മാധ്യമങ്ങളടക്കം വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് കൊട്ടാരം ഈ ഒരു കാര്യത്തിൽ ഒരു കൃത്യത ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ വരുത്തിയിരിക്കുന്നത്.